ചങ്ങായിമാർ ഇന്നലെ തന്നെ ആ ദീപക് എന്ന് പറഞ്ഞ പാവം മരണപ്പെട്ട ശേഷം ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ പാട് കണ്ട വീഡിയോ ഉണ്ടല്ലോ, അതിലും സങ്കടത്തിലാക്കി. നിങ്ങളൊന്ന് കേട്ടു നോക്കിയട്ടെ. ആ പാവം അച്ഛന്റെ അമ്മേന്റെ ആ കരച്ചില് മനസാക്ഷിയുള്ള ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ആ കരച്ചിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കിയട്ടെ. മുത്തിനറിഞ്ഞൂടെ നമുക്ക് നിൽക്കാൻ കഴിയില്ലാണ്ട് എന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനും ആവേശം ചെയ്തത്, എന്തിനും ആവേശം ചെയ്തത്, എന്തിനമ്മ ചെയ്തത്, എന്തിനു സ്വന്തം ചെയ്തത്. അമ്മ നിക്കണത് സമാധാനത്തിലാണ്. നിന്നെ കൊണ്ട് പോണം മോനെ. അമ്മന്റെ കുട്ടി, അമ്മന്റെ കുട്ടി, അമ്മന്റെ കുട്ടി, അമ്മന്റെ കുട്ടി, അയ്യോ എന്റെ കുട്ടി പോ. അവരുടെ ആകെ ഒരു പ്രതീക്ഷയല്ലേ, അവർക്ക് വേറെ ആരുമില്ല. അത്രയും സങ്കടത്തിലാണ് അവർ കരുതുന്നത്. വേറെ ആരുമില്ലാത്ത അത്രയും സങ്കടത്തില് ഞാനിത് പറയുമ്പോ എനിക്ക് വല്ലാണ്ട് സങ്കടമാകുന്നുട്ടാ. സത്യം പറഞ്ഞാല് ഈ ബസ് യാത്രേന്റെ അവസ്ഥയുണ്ടല്ല, ശരിക്കും അത് അനുഭവിച്ചെടുക്കാൻ മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഈ കാറിലൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്ന പുരുഷന്റെ വിഷമം കൂടി മനസ്സിലാക്കണം കേട്ടാ. ഒന്നാമത് ബസ് കയറി കഴിഞ്ഞിട്ടില്ല, കണ്ടക്ടർ മുന്നെന്ന് പറയും ബാക്കോട്ടേക്ക് ബാക്കോട്ടേക്ക് എന്ന്, ക്ലീനർ പിന്നെന്ന് പറയും മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് എന്ന്. ഒരു പുരുഷൻ ഇതിന്റെ ഇടയിൽ കിണിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവന്റെ മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവൻ അനുഭവിക്കുന്ന വിഷമം ഉണ്ടല്ല, കഷ്ടകാലത്തിനെങ്ങാനും സ്ത്രീയുടെ മേത്തുനിന്ന് തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവളെ പോലത്തെ ഏതെങ്കിലും വൃത്തികിട്ട സ്ത്രീ ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ എന്ന് ആലോചിച്ചേക്കട്ടെ. അതുമാത്രമല്ല, ഇപ്പൊ സ്ത്രീകളുടെ മുന്നിലൂടെ മാത്രമല്ല കയറുക, ബസ്സിന്റെ പിന്നിലൂട്ടിയും കുറെ സ്ത്രീകൾ കയറാനുണ്ട്. നമ്മളൊക്കെ ബസ്സിൽ നിൽക്കുമ്പോൾ പിന്നിൽ ആരാണെന്ന് നോക്കാൻ വേണ്ടി പിന്നിലൊന്നും നമുക്ക് കണ്ണില്ല. ചിലപ്പോൾ നമ്മൾ മുന്നിൽ തള്ളലുണ്ടല്ല പിന്നിലേക്ക് വരും. അപ്പൊ പിന്നിലുള്ള സ്ത്രീന്റെ ശരീരത്തിലെങ്ങനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വൃത്തികെട്ട സ്ത്രീകൾ എന്നേരം അവിടെ ഉണ്ടെങ്കിൽ അവരെ വീഡിയോ എടുത്തിട്ട് പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ പുരുഷന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ബസ്സിൽ യാത്ര ചെയ്യുന്ന മനുഷ്യന്മാർക്ക്, പുരുഷന്മാർക്കാണ് ഇത് എത്രമാത്രം വിഷമുണ്ടാക്കുന്ന മനസ്സാവും. പക്ഷെ ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യമുണ്ടല്ലോ, ഇതൊക്കെ വെറും റീച്ചിനും കുറച്ച് ഷെയറിനും ലൈക്കിനും വേണ്ടി മാത്രമാണെന്ന് ആലോചിക്കുമ്പോഴാണ് വളരെ സങ്കടം ഉണ്ടാകുന്നത്. ഇതുമൂലം ശരിക്കും ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരൊക്കെ ഇനിയില്ല ഇത് പുറത്ത് പറയാൻ പേടിക്കും. അതുകൊണ്ട് കൃമികേടുള്ള പുരുഷന്മാരല്ലേ ശരിക്കും ബസ്സിൽ ഇമാതിരി വൃത്തികേട് കാണിക്കാൻ മാത്രം കയറുന്ന പുരുഷന്മാരുണ്ട്. അവരൊക്കെ ഇനി ഈസി ആയിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിന് കാരണം ഇവളെപ്പോലുള്ള കുറച്ച് 3-4 വൃത്തികിട്ട സ്ത്രീകളാണ്. അതുകൊണ്ട് സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെപ്പോലുള്ള സ്ത്രീകൾക്കെതിരെ ആദ്യ രംഗത്ത് വരേണ്ടത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ആ സ്ത്രീക്കുണ്ടല്ലോ, ആ പുരുഷൻ മരണപ്പെട്ട് നിറഞ്ഞിട്ട് ലെവൽ ലേശം സങ്കടമില്ല. താൻ കാരണമാണ് ഒരാൾ ആത്മഹത്യ ചെയ്തെന്ന് അറിഞ്ഞിട്ട് ഒരു കുറ്റബോധവും ആ സ്ത്രീയുടെ വാക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നാലോചിക്കട്ടെ, നമ്മളെ ശത്രുക്കൾ മരണപ്പെട്ടെന്ന് അറിയുമ്പോൾ, നമ്മൾ എത്ര ദ്രോഹിച്ച ആളാണെങ്കിലും അയാൾ മരണപ്പെട്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടം ഉണ്ടാവില്ലേ? അത് നമ്മൾ കാണാൻ നടന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം കുറ്റബോധം, നമുക്ക് തെറ്റില്ലെങ്കിൽ തന്നെ എത്രമാത്രം കുറ്റബോധം നമുക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആ സ്ത്രീയുടെ സംസാരം, ഇന്നത്തെ സംസാരം ഒന്ന് കേട്ട് നോക്കിട്ടെ. കേൾക്കാത്തവരുടെ കേക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീയാണ് അവരെന്ന്. കേട്ടു നോക്ക്. നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടായ അനുഭവമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. എന്തായിരുന്നു സംഭവം? നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം എന്താണെന്ന് പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒത്തി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു, കാരണം അയാൾ തൊട്ടി റൂമിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനുണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് നോക്കട്ടെ, തന്നെ ന്യായീകരിക്കാനല്ലാതെ ഒരു കുറ്റബോധം ആ സ്ത്രീയുടെ ശബ്ദത്തിൽ എവിടെയും കണ്ടിട്ടുണ്ടാ? എവിടെയില്ല. തന്നെ ന്യായീകരിക്കുക മാത്രം. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ സ്ത്രീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അയാളാണ് തെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ ഒരിക്കലും പറഞ്ഞ കാര്യത്തിന് ഒരു കീഴ പിന്നോട്ട് പോകാൻ പാടില്ല. ഞാനത് ചെയ്തത് സത്യമാണെന്ന് തന്നെ പറയണം. പക്ഷെ അതൊക്കെ പിൻവലിച്ചിട്ട് പബ്ലിക്കായിട്ട് തന്റെ സോഷ്യൽ മീഡിയ പ്രൈവറ്റ് ആക്കണമെങ്കിൽ ഈ സ്ത്രീയുടെ കയ്യിൽ യാതൊരു സത്യമില്ല. ഈ സ്ത്രീ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആ കാണിച്ചു കൂട്ടിയത് മൊത്തം കോപ്രായമായിരുന്നു. റീച്ചിനും ലൈക്കിനും വേണ്ടി മാത്രമുള്ള കോപ്രായം, ഒരു മനുഷ്യന്റെ ജീവനെടുത്ത ഒരു വൃത്തികെട്ട കോപ്രായം. എന്നിട്ട് ഈ വൃത്തികെട്ട സ്ത്രീയെ സഹായിക്കാൻ വേണ്ടിട്ട് വേറൊരു സ്ത്രീ വന്നിട്ടുണ്ട്, ഒരു ഫെമിനിസ്റ്റ്, ശ്രീലക്ഷ്മി അറക്കൽ എന്നങ്ങനെ ആ വൃത്തികെട്ട സ്ത്രീയുടെ പേര്. അവർ വന്നിട്ട് ന്യായീകരിക്കുകയാണ് ഈ സ്ത്രീനെ. അവർ ന്യായീകരിക്കാനായിട്ട് പോസ്റ്റ് ഞാൻ വായിച്ചു തരാം. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി പെൺകുട്ടി ചെയ്ത വീഡിയോ എന്നാണ് മസ്താനി പണ്ട് സവാദിനെതിരെ വീഡിയോ ചെയ്തപ്പോഴും ആൾക്കൂട്ടം വിധി എഴുതുന്നത്. ഒടുവിൽ എന്തായി? സവാദ് പിന്നെയും കാര്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ മസ്താനിയാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു. ആ വീഡിയോ പുറത്തു വിട്ടപ്പോൾ എന്തൊക്കെ ആക്രമണമാണ് മസ്താനി നേരിട്ടതെന്ന് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ആ
ഈ പെൺകുട്ടിക്ക് നേരെ ഈ പറയുന്ന വാചകം ഇതാണ്, സോഷ്യൽ മീഡിയയിൽ വൈറലാകാനെന്ന്. ഏത് പെണ്ണാണ് ഇവിടെ സോഷ്യൽ മീഡിയ വഴി സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്? ഏത് സ്ത്രീകളും അവർക്കെതിരെ എന്തെങ്കിലും നടക്കുന്ന തെളിവ് സഹിതം കാണിച്ചാലും അവളെ തെറി പറയാനും ഏറിൽ കയറ്റാനും മാത്രമേ ഇവിടുത്തെ ആളുകൾ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത വയലൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് തലയിൽ ഓളമൊന്നുമില്ല. അതുകൊണ്ട് വൈറലാകാൻ ചെയ്തു എന്ന നുണ അധികം പ്രചരിപ്പിക്കാതെ ഈ നുണ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നാളെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടാകാതിരിക്കട്ടെ. അത് തന്നെയാണ് പറയാനുള്ളത്. ശ്രീലക്ഷ്മി അറക്കൽ എന്ന വൃത്തികെട്ട സ്ത്രീയെ, ഈ പുരുഷനല്ലേ ദീപക്ക് നിന്റെ വീട്ടിലൊരാളാകാതിരിക്കാൻ വേണ്ടി നീ നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചോ. എപ്പോഴും സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടിനെയും ന്യായീകരിക്കാൻ വരുമ്പോഴില്ല തന്റെയൊക്കെ വീട്ടിലും പുരുഷന്മാരുണ്ടെന്നുള്ള ഒരു മിനിമം ബോധം ഉണ്ടാണ് കേട്ടോ. സവാദിന്റെ വിഷയം ഈ പാവത്തിന്റെ വിഷയം നീ ഒന്നായിട്ട് കൂട്ടിക്കെട്ടലട്ടാ. സവാദിന്റെ വിഷയത്തിൽ അന്ന് തന്നെ പകുതിയിലധികം ആൾക്കാരുണ്ടല്ല സവാദിനെതിരായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമേ സവാദിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും തലയിൽ ബോധവും ഇതുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്നില്ലേ ആ പാവം ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഇത്രമാത്രം തിരക്കുള്ള ബസ്സിൽ ഇങ്ങനെ തട്ടും മുട്ടും ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതും പിന്നിൽ നിന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ മുന്നിലും സ്ത്രീ പിന്നിലും നിന്നിട്ട് പുരുഷനെ ലൈംഗികമായി ഉപദ്രവിച്ചത് കേൾക്കുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് സ്ത്രീപക്ഷം മാത്രം സംസാരിക്കാൻ വരുന്ന ശ്രീലക്ഷ്മിനെ പോലത്തെ ഫെമിനിസ്റ്റുകളോടാ പറയുള്ളത്. ഈ ദീപക്കിന്റെ വീട്ടിലും സ്ത്രീയുണ്ട്, ഒരമ്മയുണ്ട്, ഒരു പൊട്ടിക്കറിയുന്ന സങ്കടം കൊണ്ട് തകർന്നു പോയ ഒരമ്മയുണ്ട്. ആ അമ്മക്ക് വേണ്ടി നിങ്ങളൊന്നും സംസാരിക്കുന്നത് എവിടെയും കേൾക്കുന്നില്ലല്ലോ. നിങ്ങളെപ്പോഴും നിങ്ങൾ അനുകൂലിക്കുന്ന ഭാഗത്തുള്ള സ്ത്രീകളെ മാത്രം വിഷമേ കാണുള്ളൂ. നിങ്ങൾ എതിർക്കുന്ന ഭാഗത്തുള്ള സ്ത്രീകളുടെ വിഷമം നിങ്ങൾക്ക് ഒരിക്കൽ പോലും കാണാൻ പറ്റുന്നില്ലേ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ടു വളർന്ന നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളുടെ അതേ സ്വഭാവമാണ് കേരളത്തിലെ എല്ലാ പുരുഷന്മാർക്കും തെറ്റിദ്ധരിക്കരുത്. ഞാൻ അടക്കുന്ന ഒരുപാട് പുരുഷന്മാർ ബസ് കയറുമ്പോഴല്ല ബസ്സിൽ അപ്പുറത്താരിയിരിക്കുന്നത് ഇപ്പുറത്താരി നിൽക്കുന്നുള്ള ചിന്തയൊന്നല്ല. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ വിഷമങ്ങളായിരിക്കും. അന്ന് ജോലി ചെയ്ത് വരുമ്പോൾ അതിന്റെ ക്ഷീണമുണ്ടാവും. പിന്നെ നാളത്തെ ലോണ്, മറ്റന്നാളത്തെ ലോണ്, കടയിൽ നിന്ന് വാങ്ങിയ സാധനത്തിന്റെ പൈസ കൊടുക്കണ്ടേ, കടം വാങ്ങിയ ആളുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ, അതുമാതിരി ഒരുപാട് ചിന്തകളായിരിക്കും. ആ സമയത്തുണ്ടല്ലോ അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീയാണോ പുരുഷനാണോ അവരെ തട്ടിയോ മുട്ടിയോ ഒന്നും ചിന്തിക്കാനൊന്നും ആ പാവപ്പെട്ട മനുഷ്യന് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കുറച്ച് റീച്ചിനും ലൈക്കിനും വേണ്ടി മാത്രം ഇതുപോലെ ബസ് കയറ്റി പാവപ്പെട്ടവരെ ഇല്ലാതാക്കുന്ന സ്ത്രീകളെ നിങ്ങളെക്കാൾ അന്തസ്സുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല പല കോപ്പായങ്ങൾ കാണിക്കുന്ന കുറെ സ്ത്രീകളില്ലേ. നമ്മൾ അവരെയൊക്കെ ട്രോളാറുണ്ട്, കുറ്റം പറയുന്നുണ്ട്. പക്ഷെ അവരൊന്നുമില്ല മറ്റുള്ള ഒരാളുടെ ജീവിതം തകർത്തില്ല. അവരുടെ ജീവിതം കോമാളി കാണിച്ച് ജീവിച്ച് തീർക്കുന്നേ ഉള്ളൂ. അത് കാരണം വേറൊരാളുടെ ജീവിതം തറക്കാൻ വേണ്ടി അവരൊന്നും വന്നില്ല. അവരൊക്കെ നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ്. അതുകൊണ്ട് ഇത്രയും വൃത്തികെട്ട സ്ത്രീകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളോട് എനക്കൊന്നേ പറയുള്ളൂ, നിങ്ങളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. നാളെ നിങ്ങളെ വീട്ടിലുള്ള പുരുഷനും ദീപക്കിനെ പോലെ ആകാതിരിക്കാൻ വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചോ. ഇനിയിപ്പോ ഒരു പുരുഷനുണ്ടല്ലോ ബസ് കയറുമ്പോ എത്രമാത്രം ഭയക്കണം എന്നറിയാം, എത്രമാത്രം പേടിക്കണം എന്നറിയാം. ഒരു സീറ്റിൽ സ്ത്രീയുടെ അടുത്ത് ഇരിക്കാൻ പേടിക്കും, നിൽക്കാൻ പേടിക്കും. ഇരണ്ടല്ലോ ടാക്സി വിളിക്കാൻ പൈസ ഇല്ലാത്ത പുരുഷന്മാരുണ്ടല്ല ബസിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, ബസിന്റെ പിന്നിൽ ഏണിയില്ലേ അതിൽ തൂങ്ങി യാത്ര ചെയ്യേണ്ട ദയനീയ അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ആ പാവം ദീപക്കിന്റെ മരണത്തിനിടയാക്കി ആ സ്ത്രീക്കെതിരെ പരമാവധി നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ആ സ്ത്രീ നിയമത്തിന്റെ മുന്നിൽ വരണം. വേറൊരു സ്ത്രീയും ഇതുപോലൊരു വൃത്തികേട് ഒരു പാവം മനുഷ്യനെ നേരെ പ്രയോഗിക്കാൻ പാടില്ല. അപ്പൊ ഒരിക്കൽ കൂടി മരണപ്പെട്ട ദീപക്ക് നിനക്ക് ആദരാഞ്ജലികൾ. നിന്നോട് ഒരുപാട് തവണ മാപ്പ് പറയുന്നു. അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാം.